നവരാത്രിയുടെ 6-ാം ദിവസം ദുർഗാദേവിയുടെ ഏറ്റവും ശക്തമായ രൂപങ്ങളിലൊന്നായ ദേവി കാത്യായനിയെ ഭക്തർ ആരാധിക്കുന്നു. വളരെ കാലം മുൻപ് ഒരു മനുഷ്യനോ ദൈവത്തിനോ തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന വരം ലഭിച്ച അസുരരാജാവായ മഹിഷാസുരൻ അഹങ്കാരിയായി, ശക്തിയാൽ മത്തനായി. അവൻ 3 ലോകങ്ങളിലും ഭീകരത പരത്തി. അവനെ തടയാൻ കഴിയാതെ ദേവന്മാർ ഒരുമിച്ച് ദിവ്യമാതാവിൻ്റെ ഇടപെടലിനായി പ്രാർത്ഥിച്ചു. അവരുടെ സംയോജിത ഊർജങ്ങളിൽ നിന്ന് ഒരു ജ്വലിക്കുന്ന പ്രകാശം ഉയർന്നു വന്നു. ഒരു പ്രകാശമുള്ള ദേവതയുടെ രൂപം സ്വീകരിച്ചു. തപസ്സിന് ശേഷം കാത്യായന മുനിയിൽ ജനിച്ച അവൾ കാത്യായനി എന്നറിയപ്പെട്ടു. സ്വർണ്ണ നിറവും 4 കൈകളും ഒരു സിംഹവും വാഹനമായി ധരിച്ച് 1000 സൂര്യന്മാരെ പോലെ അവൾ തിളങ്ങി. തൻ്റെ ശക്തിയിൽ ആത്മവിശ്വാസമുള്ള മഹിഷാസുരൻ അവളെ വെല്ലുവിളിച്ചു. ഒരു ഘോരമായ യുദ്ധം സ്വർഗത്തെ നടുക്കി. തൻ്റെ വാളും തൃശൂലവും ഉപയോഗിച്ച് ദേവി കാത്യായനി പോരാടി. ഒടുവിൽ മഹിഷാസുരൻ ഒരു പോത്തായി രൂപാന്തരപ്പെട്ടപ്പോൾ അവൾ അവൻ്റെ മേൽ ചാടി വീണ് അവനെ അടിച്ചു വീഴ്ത്തി. അവൻ്റെ ഭീകരഭരണം അവസാനിപ്പിച്ചു. തിന്മയുടെ സംഹാരിയായും ധർമ്മത്തിൻ്റെ സംരക്ഷയായും ദേവി കാത്യായനിയെ ആരാധിക്കുന്നു. ധൈര്യം, നീതി, അസത്യത്തിന് മേൽ സത്യത്തിൻ്റെ വിജയം എന്നിവയെ അവൾ പ്രതീകപ്പെടുത്തുന്നു. ഈ നവരാത്രിയിൽ ദേവി കാത്യായനിയെ വിളിച്ചപേക്ഷിക്കുന്നത് ദിവ്യശക്തിയുടെ വെളിച്ചത്തിന് മുന്നിൽ ഒരു ഇരുട്ടിനും നിൽക്കാനാവില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.